നേരെ മധുരയിലേക്ക് വിടാം. എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറി ആയേക്കും. അതാണല്ലോ പ്രധാനപ്പെട്ട വിവരം. പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും എം.എ. ബേബിക്കാണ് കൂടുതൽ പിന്തുണ. അതേസമയം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷക നേതാവ് അശോക് ധാവളയ്ക്കായി ബംഗാൾ ഘടകം ശക്തമായി രംഗത്തുണ്ട്. ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ തെരഞ്ഞെടുക്കാനായി രാവിലെ പോളിറ്റ് ബ്യൂറോയും പിന്നാലെ കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരുന്നതായിരിക്കും. 11 മണിക്ക് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയും ഭരണഘടനാ ഭേദഗതികളും അവതരിപ്പിക്കും. മധുരയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് നഗരിയിൽ നിന്ന് അഭിലാഷ് മോഹനനും കണ്ണൻ നായരുമാണ് ചേരുന്നത്. അഭിലാഷ്, കണ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും എം.എ. ബേബി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ അണികൾക്കൊക്കെ ഒരു ആവേശമായി മാറുകയാണ്. ജനറൽ സെക്രട്ടറി ആയേക്കും EMSന് ശേഷം എന്നുള്ള ആ ഒരു വിവരം അത് തന്നെ ശക്തമായി തന്നെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി വരുന്ന നടപടികൾ? പറയൂ. തീർച്ചയായിട്ടും പൂജ സവിശേഷമായ സന്തോഷത്തിലാണ്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള കണ്ണൻ നായരും എം.എ. ബേബി തന്നെ ആകും CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറി എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. കാരണം കേരള ഘടകത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനാണ് എന്ന് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ അംഗം എം.എ. ബേബി ആണ് എന്നുള്ളതുകൊണ്ട് എം.എ. ബേബിക്കാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത്. അതേസമയം തന്നെ അശോക് ധാവ്ലയുടെ പേരുമുണ്ട്. വളരെ വിദൂരത്താണെങ്കിലും PV രാഘവലിന്റെ പേരുമുണ്ട്. പക്ഷേ എം.എ. ബേബിക്കാണ് കൂടുതൽ സാധ്യത. അങ്ങനെ പറയാൻ എന്തൊക്കെയാണ് കണ്ണൻ കാരണങ്ങൾ? അതായത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഒരു 89-ൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നതാണ്. അതിനുശേഷം 2012-ലാണ് PBയിലേക്ക് വരുന്നത്. PBയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ്. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട്. SFIയുടെയും DYFIയുടെയും ദേശീയ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഇരിക്കുന്ന നേതാക്കന്മാർ, ഇപ്പോൾ PBയിലുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ബന്ധമുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ബന്ധം പുലർത്തുന്നത്. നേരത്തെ സീതാറാം യെച്ചൂരിയൊക്കെ അങ്ങനെ ബന്ധം പുലർത്തിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു നേതാവില്ല. അതിന് പകരം ഇങ്ങനെ ഒരു നേതാവ് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാര്യം പ്രാക്കുളം എന്ന് പറയുന്ന കൊല്ലത്തെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വന്ന് ദേശീയ തലത്തിലേക്ക് പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ EMSന് ശേഷം രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി വരുമ്പോൾ അണികൾക്ക്, പാർട്ടി നേതാക്കന്മാർക്കൊക്കെ തന്നെ വലിയ ആവേശമാണ്. കാര്യം ഇന്നലെ വൈകുന്നേരത്ത് നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഒട്ടേറെ കൊല്ലത്തിൻ്റെ അടുത്താണല്ലോ മധുരം. അന്നേരം അവിടെ നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, പാർട്ടി അണികൾ. അവരൊക്കെ തന്നെ ബേബിസാഗ് ആവുമോ, സെക്രട്ടറി ആകുമോ, അത്രയും മാത്രമാണ് അവർക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും പൂജ 1998 മാർച്ചിൽ EMS നമ്പൂതിരിപ്പാട് അന്തരിക്കുമ്പോൾ EMSന് ശേഷം ആര് എന്ന ഒരു ചോദ്യം, ഞാൻ പറയുന്നത് ജനറൽ സെക്രട്ടറി ഭാഗത്തിലേക്കല്ല, അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ല. പക്ഷേ EMSന്റെ വിടവ് നികത്താൻ ആര് എന്ന ചോദ്യം വരുന്നപ്പോൾ എം.എ. ബേബി എന്ന പേരാണെന്ന് സജീവമായി ചർച്ചയായിരുന്നത്. അതിനുമൊക്കെ ഒരുപാട് നാളുകൾ കഴിഞ്ഞാണ്. 2012-ലാണ് അദ്ദേഹം നേരത്തെ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ പോളിറ്റ് ബ്യൂറോ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ, അതിനുശേഷം ഇപ്പോൾ 2025-ൽ മധുരയിൽ ഒരു പാർട്ടി സമ്മേളനം ചേരുമ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യതയാണ് അധികവും. അതേപോലെ തന്നെ അശോക് ധാവ്ലയുടെ പേരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അശോക് ധാവ്ലയുടെ ഒരു പ്രശ്നം, അദ്ദേഹം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ മാത്രം പോളിറ്റ് ബ്യൂറോയിൽ എത്തിയ നേതാവാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ പ്രസക്തനാണ്. കാരണം കിസാൻ ലോങ് മാർച്ചിലൂടെയും പിന്നീട് നടന്ന കർഷക സമരത്തിലൂടെയും ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് അശോക് ധാവ്ലയുടേത്. ബംഗാൾ ഘടകത്തിന് പിന്തുണയും അദ്ദേഹത്തിനാണ്. പക്ഷേ അപ്പോഴും എം.എ. ബേബിയുടെ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് എം.എ. ബേബി ആയിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങൾ ചേരും. ഒപ്പം കണ്ണൻ, നമ്മൾ ഇനി പുതിയ പോളിറ്റ് ബ്യൂറോയുടെ ഘടനയെക്കുറിച്ച് കൂടി പറയണം. 17 അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോയിലുള്ളത്. കഴിഞ്ഞ സമ്മേളനം, കണ്ണൂർ സമ്മേളനം തിരഞ്ഞെടുത്ത പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനും അവരുടെ രണ്ടുപേരുടെയും ദേഹവിയോഗം നോക്കൂ. ഈ സമ്മേളനമാകുമ്പോഴേക്ക് പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര, അങ്ങനെ ഒരു വലിയ നേതൃനിര, അതായത് CPMന്റെ ക്രീമായി നിൽക്കുന്ന നേതൃനിര മാറുകയാണ്. അപ്പോൾ ഈ വിടവ്, അതായത് ഇത്രയും നേതാക്കൾ, 8 ഒഴിവുകൾ പോളിറ്റ് ബ്യൂറോയിൽ വരുമ്പോൾ അത് എങ്ങനെ ഫില്ല് ചെയ്യപ്പെടും എന്നാണ് കണ്ണൻ കരുതുന്നത്? അതായത് നമുക്ക് മനസ്സിലാവുന്ന വിവരമനുസരിച്ച്, കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു പുതിയ തലമുറ മാറ്റം എന്ന് പറയാം. കാര്യം 92-ലുണ്ടായ തലമുറ മാറ്റത്തിന് സമാനമായി യെച്ചൂരിയും കാരാട്ടും അടക്കമുള്ള ആൾക്കാർ പുതുതായി യുവാക്കളായിരുന്ന സമയത്ത് അവർ നേതൃനിരയിലേക്ക് വന്നു. പിന്നീട് അവർ പാർട്ടിയുടെ മുഖങ്ങളായി മാറിയ ഒരു രീതി നമുക്ക് മുന്നിലുണ്ട്. അതിന് സമാനമായ രീതിയിൽ പുതിയ തലമുറ, അതിൽ ഒരാൾ മലയാളിയാണ്, കരൂർ സ്വദേശിയായിട്ടുള്ള, ബാംഗ്ലൂരിലാണ് അദ്ദേഹം പഠിച്ചതെങ്കിൽ പോലും ഡൽഹി കേന്ദ്രീകരിച്ച്, JNU കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ ഡൽഹി ഘടകത്തിലും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ബിജു കൃഷ്ണൻ, അദ്ദേഹം ഏകദേശം എത്തും എന്നുള്ളത് ഉറപ്പായി. ഇപ്പോൾ നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന എം.എ. ബേബിയുടെ പത്നി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞു വന്നത്, രണ്ടാമത് ആന്ധ്രയിൽ നിന്നുള്ള നേതാവ് ആർ അരുൺകുമാർ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. മറ്റൊരു കാര്യം, വളരെ
രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മുത്തച്ഛൻ വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു. അതിനുശേഷം അമ്മ ഈ CITUവിൻ്റെ ദേശീയ അധ്യക്ഷയായി പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ അമ്മ പുതിയ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാനുള്ള സാധ്യത നേരത്തെ കൽപ്പിച്ചിരുന്നു. അതെ, തീർച്ചയായിട്ടും ഡോക്ടർ കെ ഹേമലത പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്നു. പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്നവരെ 2 വനിതകളാണ്, യു വാസുകി അതുപോലെ തന്നെ മറിയം ദാവള. അങ്ങനെ ഉള്ള ഒരു വ്യക്തി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ MA ബേബി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമെന്ന് അറിയില്ല. തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും രാവിലെ യോഗം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ അത് കോർഡിനേറ്റർ നിങ്ങളോട് പറയും. എന്തായാലും ഒന്നും ഇപ്പോൾ പ്രസക്തമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൊല്ലത്തുനിന്ന് ഇപ്പോൾ MA ബേബി കാറിൽ കയറി സമ്മേളന നഗരിയിലേക്ക് പോവുകയാണ്. രാവിലെ ചേരുന്ന യോഗങ്ങൾ, അതായത് രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളാണ്. ആദ്യം പോളിറ്റ് ബ്യൂറോ, പിന്നീട് കേന്ദ്ര കമ്മിറ്റി. ഈ യോഗങ്ങളാണ് ആര് വേണം പുതിയ ജനറൽ സെക്രട്ടറി എന്നുള്ള കാര്യത്തിൽ നിർദ്ദേശിക്കുക. സമ്മേളനമാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ MA ബേബിയും അദ്ദേഹത്തിൻ്റെ പത്നി ബെറ്റി ലൂയിസ് ബേബിയും സമ്മേളന നഗരിയിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബി വരും എന്ന ആകാംക്ഷയാണ്. നമുക്കിനി അത് ഏതാനും നിമിഷങ്ങൾ കൂടി അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. പോളിറ്റ് ബ്യൂറോ ആദ്യം, പിന്നീട് കേന്ദ്ര കമ്മിറ്റി, അതിനുശേഷം ഈ മറുപടി കൂടി തീരുമാനിച്ചതിന് ശേഷമായിരിക്കും പുതിയ വീണ്ടും സമ്മേളന നഗറിലേക്ക്, പാർട്ടി കോൺഗ്രസ് നഗറിലേക്ക് പോവുക. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട 2 പ്രധാനപ്പെട്ട വനിതകൾ ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, ഈ 2 പേർ PBയിൽ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ആര് വരുമെന്നുള്ളതാണ്. ഒന്നാമത് വരാൻ സാധ്യത ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് യു വാസുകിയുടെ പേര് തുടക്കം മുതൽ ഈ ട്രേഡ് യൂണിയൻ നേതാവാണ്. അവർ സജീവമായി, എനിക്ക് തോന്നുന്നു 95 മുതൽ സജീവമായി പൂർണ്ണസമയ പ്രവർത്തകയാണ്. അവർ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത് തുടക്കത്തിൽ പറഞ്ഞു കേട്ടിരുന്ന പേര് എന്ന് പറയുന്നത് ഡോക്ടർ കെ ഹേമലതയാണ്. പക്ഷേ അതിപ്പോൾ 3ാമതേക്ക് പോയിരിക്കുന്നു. 2ാമതേക്ക് വരുന്ന പേര് മറിയം ദാവളയാണ്. മറിയം ദാവളയെക്കുറിച്ച് പറയുമ്പോൾ 80കളിൽ SFIയുടെ തീപ്പൊരി നേതാവ് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് പലതരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ക്യാമ്പസുകളൊക്കെ അവരുടെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ കൂടുമായിരുന്നു. അങ്ങനെ 2 പേരുടെ പേരുണ്ട്. 3ാമതാണ് ഈ വരുന്ന ഡോക്ടർ കെ ഹേമലത. പിന്നീട് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു വനിതാ PB അംഗം ഉണ്ടായിട്ടില്ല. സുശീല ഗോപാലിനെ പോലെ, KR ഗൗരിയെ പോലെയുള്ള നേതാക്കൾ CPM ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരു വനിതാ PB അംഗം കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. KK ശൈലജയ്ക്ക് അതിന് കഴിയുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. പക്ഷേ ഇവിടെ നേരത്തെ കണ്ണൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പരിഗണന വാസുകിക്കും അതുപോലെ തന്നെ മറിയം ധാവളേക്കുമാണ്. മറിയം ധാവളെ ഒരു കാലഘട്ടത്തിലെ SFIയുടെ തീപ്പൊരി നേതാവായിരുന്നു. അശോക് ധാവളെ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം കഴിഞ്ഞ സമ്മേളനത്തിൽ PBയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മറിയം ധാവളെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും ഒരു പ്രത്യേകത. കാര്യം കഴിഞ്ഞ തവണ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് ഉണ്ടായിരുന്നു. ഇത്തവണ PBയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അശോക് ധാവളെ, മറിയം ധാവളെ ദമ്പതികൾ വീണ്ടും PBയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വരാൻ പോകുന്ന സംഭവിച്ചാൽ ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് CCയിലേക്ക്, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 3 ഒഴിവുകൾ സംസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം എന്ന കണക്കിലാണെങ്കിലുണ്ട്. പക്ഷേ നമുക്കറിയാം AK ബാലനും PK ശ്രീമതിയും അടക്കമുള്ള ഒരു പ്രമുഖ നേതൃനിര മാറുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആര് എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ പല പേരുകൾ, PK ബിജുവിൻ്റെ പേരുണ്ട്, TP രാമകൃഷ്ണൻ LDF കൺവീനർ എന്നുള്ള നിലയിൽ TP രാമകൃഷ്ണൻ LDF കൺവീനർ, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. PK ബിജുവിൻ്റെ പേരുണ്ട്. ഒരു വനിതാ ഒഴിവുണ്ട്. അതിലേക്ക് J മെഴ്സിക്കുട്ടിയമ്മ, PK സൈനബ, TN സീമ, ഈ 3 പേരിൽ ഒരാളെ പരിഗണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിൽ കൂടുതൽ അംഗങ്ങൾ വന്നാൽ മുഹമ്മദ് റിയാസും MB രാജേഷും 2 പേരും പുറത്തു നിൽക്കാം. മന്ത്രിമാരെ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യ പരിഗണന DFIയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ്. അതിനുശേഷം MB രാജേഷ് ഉണ്ട്, VN വാസവൻ അടക്കമുള്ള 3 മന്ത്രിമാർക്ക് പരിഗണനയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ പരിഗണിക്കുന്നു. പക്ഷേ 3 പേർക്ക് മാത്രമാണ് ഈ തവണ ഒരു അവസരം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഒന്ന് PK ബിജു ഏകദേശം ധാരണയായിട്ടുണ്ട്. കാര്യം AK ബാലൻ ഒഴിയുന്ന സമയത്ത് അവിടെ ഒരു അത്തരത്തിലുള്ളൊരു നേതാവിൻ്റെ ഒരു വേണം എന്നുള്ളൊരു ആവശ്യം കേരള ഘടകത്തിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PK ബിജു അവിടേക്ക് എത്തും. പക്ഷേ തുടക്കത്തിൽ പറഞ്ഞത് LDF കൺവീനർ എന്ന നിലയിൽ TP രാമകൃഷ്ണൻ്റെ പേര് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം 75ലേക്ക് അടുക്കുകയാണ്. 75ലേക്ക് അടുക്കുന്നത് ജൂണിൽ 75 ആവും. അന്നേരം ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. പക്ഷേ സാധാരണ വൈക്കം വിശ്വൻ ആയിരുന്നാലും EP ജയരാജനായിരുന്നാലും LDF കൺവീനർമാരൊക്കെ അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അതൊരു പരിഗണിക്കുമ്പോൾ സ്വാഭാവിക
സ്വാഭാവികമായും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നേക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി പരിഗണിക്കുന്നത് PK ബിജു, അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ, TN സീമ, J മേഴ്സിക്കുട്ടിയമ്മ, PK സൈനബ, PM മുഹമ്മദ് റിയാസ്, MP രാജേഷ് തുടങ്ങിയവരെയാണ്. ഇതിൽ നിന്ന് 3-4 ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാം. പുതുതായി പോളിറ്റ് ബ്യൂറോയിൽ ഒരു മലയാളി ഉൾപ്പെട്ടാൽ അത് KK ശൈലജയാകാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ മാത്രം. പൂജ. ശരിയാണ് കണ്ണൻ. അഭിലാഷ്